നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങളിൽ മിക്കവർക്കും അറിയാവുന്നതുപോലെ 15 വർഷത്തെ കേന്ദ്ര ഗവൺമെൻറ് സർവീസ്, അതും യൂണിഫോം സർവീസ് ചെയ്തു മടങ്ങുമ്പോൾ IAS ആയിരുന്നു എൻ്റെ മോഹം. 33-ാമത്തെ വയസ്സിൽ ആസ് എ PA ടു DGQA മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ന്യൂഡൽഹി ഓഫീസിൻ്റെ പടിയിറങ്ങുമ്പോൾ വളരെ വലിയ സ്വപ്നങ്ങളായിരുന്നു എനിക്ക്. 5 SSBകൾ ഫേസ് ചെയ്ത ഞാൻ സാഹചര്യങ്ങൾ നിമിത്തം അതിൽ നിന്നെല്ലാം പിന്തള്ളപ്പെടുകയും അവസാനം നാഷൻ ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന എലാൻഡിയിൽ ആസ് എ മാനേജർ ജോയിൻ ചെയ്യുകയും ചെയ്തു. പിന്നീടുള്ള എൻ്റെ വളർച്ച ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ അമേരിക്കയുടെ ഫ്ലോ കോർപ്പറേഷനിൽ വരെ എത്തി നിന്നു. അവസാന സമയങ്ങളിൽ ഇന്ത്യയിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റാ സെൻറ്റർ പ്രൊജക്റ്റ് ആരംഭിക്കുന്ന വേളയിൽ സർ സത്യ നടല്ലയോടും അജിത് തിവാരിയോടും ഒപ്പം ഭൂമി പൂജ ചെയ്ത ഒരാൾ കൂടിയാണ് ഞാൻ. എന്തായാലും ഞാനെൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഈ സേവനങ്ങൾക്കിടയ്ക്കെല്ലാം മറ്റുള്ളവരെ സഹായിക്കാൻ അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു നിമിത്തം മാത്രമാണ്. അക്കൂടെ കേരള പ്രവാസി വെൽഫെയർ ഫണ്ടിൽ ജോയിൻ ചെയ്യാനും ഞാൻ മറന്നില്ല. ഇനിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 60 വയസ്സ് കഴിയുമ്പം പെൻഷൻ കിട്ടും, അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങൾ കിട്ടും എന്ന്. തീർച്ചയായിട്ടും കിട്ടും. ഞാനുൾപ്പെടെയുള്ള എല്ലാവർക്കും കിട്ടും. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 2008 പ്രവാസി കേരളീയരുടെ ക്ഷേമ ആക്ടിലെയും 2009 പ്രവാസി കേരളീയ ക്ഷേമ പദ്ധതിയിലെയും വ്യവസ്ഥകൾ പ്രകാരം സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ പ്രകാരമാണ് നമ്മൾ കേരള പ്രവാസി ക്ഷേമനിധി പെൻഷൻ നേടാൻ യോഗ്യരായിത്തീരുന്നത്. അതിന് ചില നിർദ്ദേശങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് പറയുന്നുണ്ട്. ഒന്ന്, പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത ആളുകൾ പെൻഷന് അർഹത നേടുന്ന തീയതി വരെ തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ള അംഗങ്ങൾക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. 2, 18 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ അംഗത്വം അടക്കുന്നവർക്ക് 60 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് പെൻഷൻ കിട്ടും. അല്ലെങ്കിൽ 55 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ അംഗത്വം അടക്കുന്നവർക്ക് 5 വർഷം പൂർത്തിയാകുന്ന മുറയ്ക്കുമാണ് പെൻഷൻ കിട്ടുന്നത്. ഒപ്പം പെൻഷൻ അപേക്ഷിക്കുന്നതിനായിട്ട് നമ്മളെപ്പോഴും
KNR-KWB വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് വേണ്ട ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ അപേക്ഷകൻ്റെ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ, അപേക്ഷകൻ്റെ ഒപ്പ്, ജനനത്തീയതി തെളിയിക്കുന്ന രേഖ, അപേക്ഷകൻ്റെ ബാങ്ക് അക്കൗണ്ട് രേഖ, അപേക്ഷകൻ്റെ നോമിനിയുടെ ഒപ്പോടുകൂടി ഒരു സമ്മതപത്രം വേണം. അതായത് നമ്മൾ പെൻഷൻ മേടിക്കുന്നവർ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവർ പെൻഷൻ എടുക്കുകയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് റീഫണ്ട് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു സമ്മതപത്രം. ഇത്രയും സാധനങ്ങൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ അധികാരികൾ നമ്മളുടെ റിക്വസ്റ്റ്, അതായത് പെൻഷന് വേണ്ടിയുള്ള റിക്വസ്റ്റ് കൺസിഡർ ചെയ്യുകയുള്ളൂ. അപ്പം എൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ പോയിൻറ്റ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കേരള സോഷ്യൽ സെൻറ്റർ അബുദാബിയിലും നവോദയ സൗദി അറേബ്യയിലും ഏറ്റവും നന്നായി പ്രവർത്തിച്ച ഒരു കമ്മിറ്റി മെമ്പർ കൂടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ താല്പര്യപ്പെട്ടത്. ഞാൻ ഫേസ് ചെയ്ത ഡിഫിക്കൽറ്റീസ്, അല്ലെങ്കിൽ എനിക്കുണ്ടായ ആക്സിഡൻറ്റും ഹാർട്ട് അറ്റാക്കും ത്രൂ ഉണ്ടായ ഡിലേ കൊണ്ട് സബ്മിറ്റ് ചെയ്യാതെ വന്നതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എടുത്തിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും. വളരെയധികം നന്ദി. എൻ്റെ ഈ വീഡിയോ ലാസ്റ്റ് വരെയും കേൾക്കണം. എത്ര നാൾ നമ്മളുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാൽ പോലും ഇതിനെ വെറുതെ ഒരു മറ്റുള്ള വീഡിയോ കണ്ട് തള്ളിക്കളയുന്നത് പോലെ തള്ളിക്കളയാതെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിൽ ഇതൊരു മുതൽക്കൂട്ടാവും, ഗവൺമെൻറ്റിനും ഒരു സഹായമാവും. കാരണം ഗവൺമെൻറ് നമ്മൾ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്ക് ഗവൺമെൻറ് ഇങ്ങ് കൊണ്ട് തരുമെന്ന്. അങ്ങനെയല്ല. ഈ ഡോക്യുമെൻറ്റ്സ് അവർക്ക് എത്തിക്കണം. അതിന് നല്ല അധികാരികൾ നമ്മൾ ഈ അവസരങ്ങൾ വിനിയോഗിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക്സ്.